വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തു എന്ന ശബ്ദരേഖയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും അരവിന്ദനാണ്. അരവിന്ദൻ, ഈ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ച ജാഫർ ഒളിവിലാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു അന്വേഷണം വിജിലൻസ് തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് മറ്റു വിശദാംശങ്ങൾ? ഐശ്വര്യ, തൃശ്ശൂർ വിജിലൻസ് DOSP GM പോളിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നത്. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ജാഫർ ഒളിവിലാണ്. ജാഫറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ജാഫറിൻ്റെ ഉമ്മ പറയുന്നത് കഴിഞ്ഞ ദിവസം രാജിവെച്ച് ജാഫർ പുറത്തു പോയിരിക്കുകയാണ്, പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള വിവരമാണ് ജാഫറിൻ്റെ ഉമ്മ പോലീസിനോട് നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. 50 ലക്ഷം രൂപ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോഴ വാങ്ങി എന്നുള്ളതാണ്, കോഴ നൽകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണം. 50 ലക്ഷമോ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനമോ ആണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ LDF ജാഫറിന് വാഗ്ദാനം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. അനിലക്കരയുടെ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് ഈ വിഷയം പോകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കോഴ വിവാദമാണ് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ഒരു പഞ്ചായത്ത് ബ്ലോക്ക് അംഗത്തെ കൂറുമാറാൻ വേണ്ടി വലിയ തോതിലുള്ള പണം വാഗ്ദാനം ചെയ്യുന്നു. 1/2 കോടി എന്നുള്ള ഒരു സംഖ്യ വരുന്നു. ഇത് വളരെ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ അധികൃതരും കണ്ടിട്ടുള്ളത്. അതിനാൽ തന്നെയാണ് ഇത്ര വേഗത്തിലുള്ള ഒരു അന്വേഷണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് MV ഗോവിന്ദനും ഇക്കാര്യത്തിൽ ഇതിന് ഒപ്പം ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായുള്ള ഒരു സന്ദേശം നൽകുന്നു. എന്തായാലും പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇത് വലിയ ആരോപണമായി ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വളരെ കരുതലോടുകൂടിയുള്ള ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ജാഫർ ഒളിവിലാണ്. ജാഫറിനെ കിട്ടിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ വരാൻ കഴിയൂ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ 7 സീറ്റ് വീതമാണ് LDFനും UDFനും ഉണ്ടായിരുന്നത്. ഇതിൽ ലീഗ് സ്വതന്ത്രനാണ് ഈ ജാഫർ എന്ന് പറയുന്ന വ്യക്തി. എന്തായാലും ജാഫറിൻ്റെ ഈ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അനിലക്കരെ പരാതി നൽകിയതും പോലീസ് നടപടി ആരംഭിച്ചതും. എന്തായാലും വിജിലൻസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. ഐശ്വര്യ.